സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ല തിരുവില്ലാമല എന്ന് പറയുന്ന സ്ഥലത്ത്. തിരുവില്ലാമല ടൗണിൽ നിന്നും 3 കിലോമീറ്റർ മാറി ഈ ടാറിട്ട റോഡിലൂടെ വന്നാൽ നല്ല അടിപൊളി ഒരു വീടും 53 സെൻറ്റ് തെങ്ങും പറമ്പും. വീട് 1300 സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ. ചുറ്റുപാടും നല്ല വീടുകളുള്ള ഏരിയയാണ്, നല്ല റോഡുമാണ്. തിരുവില്ലാമലയിൽ നിന്ന് പാലക്കാട് പോകുന്ന റോട്ടിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ല അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ തിരുവില്ലാമല എന്ന് പറയുന്ന ഭാഗം. 55 ലക്ഷം രൂപയാണ് ഈ വീടും 53 സെൻറ്റ് സ്ഥലവും ഇവർ വില പറയുന്നത്. ഈ ഭാഗത്തൊക്കെ 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് വില ഉണ്ട് കേട്ടോ ഒരു സെൻറ്റിന്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും സ്ഥലത്തിൻ്റെ വില പോലും ആയിട്ടില്ല. വീട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ചെറിയ രീതിയിലുള്ള ഒരു വീടുമായിട്ട് മാറ്റം മാറാനും ഇവർ തയ്യാറാണ്. ഒരു 10-30 ലക്ഷം രൂപയ്ക്കുള്ളിലുള്ളൊരു വീടും സ്ഥലവും കൂടി, ഈ സ്ഥലവും വീടും തമ്മിൽ മാറ്റം മാറി ബാക്കി ക്യാഷ് കൊടുത്താലും ഇവർ ഇതിന് നമുക്ക് ചെയ്തു തരുന്നതാണ് കേട്ടോ. ഇനി റെഡി ക്യാഷ് പൈസ ആണെങ്കിലും നമുക്ക് വിലയിൽ എന്തെങ്കിലും കുറവ് ചെയ്ത് അങ്ങനെയും കിട്ടുന്നതാണ്. പ്രസിദ്ധമായ ഐവർമഠം തിരുവില്ലാമല പാമ്പാടി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇതിവിടെ കേട്ടോ. നെഹ്റു കോളേജ് ഇവിടെ അടുത്താണ്. ഒറ്റപ്പാലം ടൗണിലേക്ക് ഒരു 10-12 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. തെങ്ങ് കൂടാതെ അത്യാവശ്യം മാവ്, പ്ലാവ്, തേക്ക് ഇങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ മരങ്ങളും ഈ വളപ്പിലുണ്ട്. നല്ല വളക്കൂറുള്ള മണ്ണ് കേട്ടോ ഈ ഭാഗം. നല്ല എന്തു തരം കൃഷിക്കും അനുയോജ്യമാണ്. ഇതുണ്ട് മഞ്ഞൾ, ഇഞ്ചി എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ വളപ്പിൻ്റെ പിൻഭാഗം ഇതുമാതിരി വേറെ ഒരു വളപ്പാണ്. ഇതാണ് അതിർത്തി. പിൻഭാഗത്തെ അതിർത്തി വേലി കെട്ടി തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് പർപ്പസിന് ഈ ഭൂമി പറ്റും. അത് അപ്പുറത്ത് കാണുന്ന ഒരു വീടാണ്, ഈ വളപ്പിൻ്റെ തൊട്ടൊരു വീടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. കാരണം നമുക്കിത് വാങ്ങുന്നവർക്കൊരു രൂപം ആദ്യം തന്നെ കിട്ടണ്ടേ. ഇത് ഈ വളപ്പിൽ തന്നെയുള്ള ഒരു ഔട്ട് ഹൗസാണ്. ഇത് ഒന്ന് ശരിയാക്കാനില്ല, അത്യാവശ്യം തേങ്ങകളൊക്കെ ഇട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്നുകൊണ്ട് മാറ്റി നന്നായിട്ടൊന്ന് വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റും. ഒരു ഔട്ട് ഹൗസ് പോലെയൊക്കെ ഉപയോഗിക്കുക. അതിൽ നിന്നൊരു വരുമാനം വാടക കൊടുത്ത് ഉണ്ടാക്കാം. ഇതിപ്പോൾ ആ ഔട്ട് ഹൗസിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ ഒന്ന് കാണിക്കുകയാണ്. തേങ്ങകളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഷീറ്റ് മേഞ്ഞാൽ ഒരു ഔട്ട് ഹൗസ് പോലെ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലം. ഇത് കയറിയ ഉടനെ ഒരു ഹാള്, പിന്നെ ഒരു നല്ലൊരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ഥലം കേട്ടോ. അത് ഒരു ചെറിയൊരു ഫാമിലിക്കേ, ഭാര്യയ്ക്കും ഭർത്താവും ചെറിയൊരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ താമസിക്കാൻ കൊടുക്കാം വാടകയ്ക്ക്. അതിൻ്റെ പുറത്ത് 2 തരം ബാത്റൂം ഉണ്ട് കേട്ടോ. ഒന്ന് യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ടുള്ള ബാത്റൂമാണ് ഇത് സാധാ ക്ലോസറ്റ് വെച്ചിട്ടുള്ള ഒരു ബാത്റൂം. അതിന് ഇപ്പുറത്തുള്ളത് യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചിട്ടുള്ള ഒരു ബാത്റൂം. കുളിമുറിയായിട്ടും ഉപയോഗിക്കാം, 2 തരത്തിലും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ചെറിയൊരു സിറ്റ് ഔട്ട് പോലെയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അവർ ബൈക്ക് വെച്ചിരിക്കുകയാണ് തൽക്കാലം. അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ മുൻഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു അതിർത്തിയാണ് ആ കാണുന്നത്. ഒരു അതിർത്തി കേട്ടോ. ഈ കമ്പിവേലിയുടെ കാല് കുഴിച്ചിട്ടിരിക്കുന്ന അതാണ് ഒരു അതിർത്തി. നല്ല തെങ്ങുകളും കായ്ഫലമുള്ള നല്ല തെങ്ങുകളാട്ടോ. ഇത് മുൻപ് അവർ നായക്കൂടായിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. അതിലൊക്കെ ഇപ്പോൾ തേങ്ങ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഭാഗം ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. അതിലിപ്പോൾ മീൻ വളർത്താൻ അവർ തുടങ്ങിയിട്ടുണ്ട്. മുന്നേ വെള്ള ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിൽ മീൻ നന്നായി വളർത്തുന്നുണ്ട്. ഇവിടുത്തെ വെള്ള സൗകര്യത്തിന് ബോർവെല്ലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ജലനിധിയുടെ പൈപ്പ് കണക്ഷനും ഉണ്ട് കേട്ടോ. യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഇവിടെ. ഭാരതപ്പുഴയൊക്കെ അധികം ദൂരമില്ലാതെ ഭാരതപ്പുഴയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നിറയെ വെള്ളം, സദാസമയവും ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. ഇനി വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു നല്ലൊരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട്
ഓപ്പണായിട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സിറ്റ് ഔട്ടാണ്. വീടിൻ്റെ ഗേറ്റ് കിടക്കുന്നത് വീട്ടിൽ നിന്നും കുറച്ച് മാറി റോഡിൽ പോകണം. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാ ഒരു സെറ്റി സോഫയൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു ഏരിയ, ഒരു സിറ്റിംഗ് ഏരിയ. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഏരിയയാണ്. ഷോക്കേസ് അലമാരകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാലൊരു പാസേജാണ്. അവിടെ തന്നെയാണ് മുകളിലേക്കുള്ള ഗോവണി. ഒരു കോമൺ ബാത്റൂം, 2 തരം കോമൺ ബാത്റൂമുണ്ട്. ഗോവണിയുടെ തൊട്ടുള്ളതാണ് ഒരു ബെഡ്റൂം. അത് അലമാരയും ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഈ റൂമുകൾ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ കോമൺ ബാത്റൂം. ഡൈനിങ്ങിൻ്റെ വാഷ് ബേസിനൊക്കെ അവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കോമൺ ബാത്റൂം 2 പോർഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് കുളിക്കാനുള്ളൊരു കുളിമുറിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് തന്നെയാണ് യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ ഒരു ടോയ്ലറ്റും സെറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. കുളിമുറിയും ടോയ്ലറ്റും രണ്ടും 2 ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് തൊട്ടാണ് വീണ്ടും 2ാമത്തെ ബെഡ്റൂം. ഇപ്പോൾ 2 ബെഡ്റൂമൊന്നും കോമൺ ബാത്റൂം യൂസ് ചെയ്യുന്ന തരത്തിലാണ് 2 ബെഡ്റൂമിൻ്റെയും ഇടയിലാണ് ഈ ബാത്റൂം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഷോക്കേസ് ഒക്കെ അതിൽ ചില്ലിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും ഹാളിലേക്ക് വന്നാൽ ഇത് വേറൊരു റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് അതും. സീലിങ്ങിലൊക്കെ പഴയ ഒരു പ്രത്യേക ഡിസൈനൊക്കെ ചെയ്ത് ഓട് പതിച്ചിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള വീടാണിത്. ഇപ്പം താഴെ തന്നെ നമ്മൾ 3 ബെഡ്റൂം കണ്ടു. അത് കഴിഞ്ഞാൽ ആ ഹാളിൽ നിന്ന് തന്നെ, ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ നേരെ പോകുന്നത് അടുക്കളയിലേക്കാട്ടോ. ഒന്ന് വൈറ്റ് വാഷ് ചെയ്യേണ്ട ഒരു കുറവ് തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല സൂപ്പർ ഏരിയ ഉള്ള വീടാണ്. ഇതുണ്ടോ, ഇവിടെ നല്ലൊരു ഏരിയ ഉള്ള അടുക്കള. അതിൻ്റെ തൊട്ട് തന്നെ നല്ലൊരു സ്റ്റോർ റൂം പോലെ. അത് നല്ല വലിപ്പമുള്ള സ്റ്റോർ റൂം കേട്ടോ. കണ്ടോ, ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും പാത്രങ്ങളോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പേസാണത്. അടുക്കളയുടെ സെക്കൻഡ് പാർട്ട്. ഇവിടെ ഗ്യാസ് അടുപ്പ് വെക്കാം. നല്ല ഗ്രാനൈറ്റ് ഇട്ടുള്ള അടുക്കളയാണ്. വിറകടുപ്പ് വേണമെങ്കിൽ വിറകടുപ്പ് യൂസ് ചെയ്യുക. അവിടുന്ന് അടുക്കളയിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചയാണിത്. കാർ ഷെഡ് നിർത്തിയിരിക്കുകയാണ് അവിടെ. കാർ ഷെഡ് ഷീറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച. അവിടുന്ന് വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് വന്നാൽ മുകളിലേക്കുള്ള സ്റ്റെപ്പാണ്. മുകളിൽ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെപ്പാണ്. അത് നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പുകളാണ് കേട്ടോ. ഓപ്പൺ ടെറസിൽ വന്നു കഴിഞ്ഞാലുള്ള കാഴ്ചയാണിത്. നല്ല കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ വിശ്രമിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഈ ഓപ്പൺ ടെറസിൻ്റെ തന്നെ ഒരു സൈഡിൽ ഒരു ചെറിയ റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ എന്ത് പർപ്പസിനും വേണമെങ്കിലും ഉപയോഗിക്കാം. ഷീറ്റ് ഇട്ടിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂമാണ്. കണ്ടില്ലേ, എന്തെങ്കിലുമൊക്കെ നമുക്ക് സാധനങ്ങൾ എടുത്തു വെക്കാനോ അതിന് വേണമെങ്കിൽ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാനോ എല്ലാത്തിനും പറ്റും. അവരിപ്പോൾ ഉപയോഗം ഇല്ലാത്ത കാരണം കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. കിഴക്കോട്ട് ദർശനമാണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത്. ആവശ്യമുള്ളവർ വിളിക്കുക. നിങ്ങളുടെയോ അറിവിലാരുടെയെങ്കിലോ വീടോ പ്രോപ്പർട്ടിയോ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കുക. നമ്മൾ വീഡിയോ ചെയ്ത് എത്രയും പെട്ടെന്ന് വീട് വിൽപ്പന നടത്താനുള്ള ശ്രമം നടത്തുന്നതാണ് കേട്ടോ. കൂടാതെ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.